ഞാൻ ജയമതി വീണ്ടും ഒരു ആശയവുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്കെല്ലാം അറിയാം, ഇന്ന് ജൂൺ 19 വായനാ ദിനമാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കെല്ലാം വളരെ പരിചിതമായ ഒരു കാര്യമാണ് ഈ വായനാ ദിനം. വിദ്യാഭ്യാസ വകുപ്പ് ജൂൺ 19 മുതൽ 25 വരെയുള്ള ദിവസങ്ങൾ വായനാ വാരമായി ആഘോഷിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വായനയ്ക്ക് എന്തുമാത്രം പ്രാധാന്യമാണുള്ളതെന്ന്. 1996 മുതലാണ് നമ്മൾ വായനാ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. വായനാ ദിനത്തിൻ്റെ പിന്നിൽ നമ്മൾ അറിയേണ്ട വേറൊരു കാര്യം, കേരളത്തിലെ കോട്ടയം ജില്ലയിൽ പുതുവ എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന KN പണിക്കർ എന്ന് പറയുന്ന അതിപ്രഗത്ഭനായ ഒരു അധ്യാപകൻ്റെ ചരമദിനമാണ് ഈ ജൂൺ 19. ഈ ജൂൺ 19-ാം തീയതിയാണ് നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്. വീടുകൾ തോറും കയറി ഇറങ്ങി തൻ്റെ കൂട്ടുകാരൊത്ത് നടന്ന് പുസ്തകങ്ങൾ ശേഖരിച്ച് ഈ പുസ്തകങ്ങളെല്ലാം സമാഹരിച്ച പുസ്തകങ്ങളെല്ലാം ചേർത്ത് സനാതനധർമ്മം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥശാലയ്ക്ക് അദ്ദേഹം രൂപം കൊടുത്തു. അങ്ങനെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായി നമ്മൾ കണക്കാക്കുന്നത് ഈ KN പണിക്കർ സാറിനെയാണ്. വായിച്ച് വളരുക, ചിന്തിച്ച് വളരുക, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം. പാറശാല മുതൽ കാസർഗോഡ് വരെ അദ്ദേഹം ജാഥകൾ സംഘടിപ്പിച്ച് വായനയ്ക്ക് വേണ്ടി സമൂഹത്തെ ആഹ്വാനം ചെയ്തു. അദ്ദേഹത്തിന് പ്രധാനമായ മുദ്രാവാക്യം അതായിരുന്നു, വായിച്ച് വളരുക, ചിന്തിച്ച് വളരുക. അതുപോലെ ഈ വായനാ ദിനത്തിൽ നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വേറൊരു പേരാണ് കുഞ്ഞുണ്ണി മാഷ്. തൻ്റെ കൊച്ചു കൊച്ചു കവിതകളിലൂടെയും പ്രയോഗങ്ങളിലൂടെയും അദ്ദേഹം കുഞ്ഞുങ്ങളെ അത്രയും വളരെയധികം ആകർഷിച്ച ഒരു വിശിഷ്ട വ്യക്തിയായിരുന്നു. കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികൾ നമുക്ക് ഓർത്താൽ, അല്ലെങ്കിൽ കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളിലൂടെ അദ്ദേഹം വായനയെപ്പറ്റി പറയുന്നത്, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. നമ്മൾ വളയാനുള്ളവരാണോ വിളയാനുള്ളവരാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ കേരളത്തിലുണ്ടായിരുന്ന ഒരു CANFED, അതായത് കേരള നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് KN പണിക്കർ സാറാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഇത് വയോജന വിദ്യാഭ്യാസത്തിൻ്റെ ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു തുടക്കമായിരുന്നു. പണ്ടത്തെ വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലായി. പണ്ട് പാടത്തും പറമ്പത്തും ഒക്കെ ജോലി ചെയ്ത് കഴിഞ്ഞ് വരുന്ന വയസ്സായ, അല്ലെങ്കിൽ എഴുത്തും വായന അറിയാൻ വയ്യാത്തവർ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലോ ചായപ്പീടികയുടെ അറ്റത്തോ ഒക്കെ ഒരുമിച്ച് കൂടി ഇതിൽ വായിക്കാൻ അറിയുന്ന ആൾ വായിച്ച് വിശേഷങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുമായിരുന്നു. എഴുത്തറിയാവുന്നവർ മറ്റവർക്ക് എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഇങ്ങനെ ഒരു കഴിഞ്ഞ കാലം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നെല്ലാം ഈ അക്ഷരമാവുന്ന വെളിച്ചം തേടിയുള്ള നമ്മുടെ യാത്ര വളരെയധികം പുരോഗമിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ വായനാ ദിനമൊക്കെ ആചരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ വായന? വായന എന്ന് പറഞ്ഞാൽ ചിലർക്കതൊരു ലഹരിയാണ്, ചിലർക്കതൊരു വിനോദമാണ്. ഈ വിനോദവും ലഹരിയും ഒക്കെയായ ഈ വായന പലപ്പോഴും നമ്മുടെ സംസ്കാരത്തിൽ കുറഞ്ഞു പോകുന്നു എന്നൊരു ചിന്തയുണ്ട്. കാരണം നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു വളരെ കൗതുകകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മിക്കവാറും എല്ലാവരുടെയും ബാഗിനകത്തൊരു ബുക്ക് കാണും. അവരെവിടെയെങ്കിലും റോഡിലോ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ ഉടനെ ഒരു ബാഗിലൊന്ന് ബുക്ക് എടുത്ത് വെച്ച് വായിക്കും. അപ്പോൾ അങ്ങനെ ഒരു സംസ്കാരം നമുക്കതില്ലാതെ പോയി. അപ്പോൾ നമ്മൾ വരും തലമുറകളെങ്കിലും നമുക്ക് പുസ്തകത്തിന് വേണ്ടിയുള്ള ഒരു അമിതമായ ദാഹം നമുക്കുണ്ടാകണം. അങ്ങനെ ഈ കുഞ്ഞുണ്ണി മാഷും KN പണിക്കർ സാറുമൊക്കെ മലയാളത്തിൻ്റെ അക്ഷരത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നയിച്ച വലിയ 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 മഹത് വ്യക്തികളായി നമ്മുടെ മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നവരാണ്. നമുക്ക് എന്തൊക്കെ വായിക്കാം, എന്തൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും? നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് വായിക്കാം, പ്രകൃതിയെപ്പറ്റി നമുക്ക് വായിക്കാം, നല്ല മനുഷ്യരെ പറ്റി നല്ല മനുഷ്യരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവരുടെയൊക്കെ ജീവിതമാണ്. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിച്ച നല്ല നല്ല കഥാപാത്രങ്ങൾ, പുരാണ കഥകളുണ്ടായിരുന്നു, അവരെയൊക്കെ പറ്റി നമുക്ക് വായിക്കാം. ഇങ്ങനെ പല കാര്യങ്ങളിലും നമുക്ക് വായിക്കാനും വായിച്ച് നമുക്ക് അറിവ് നേടാനുമുണ്ട്. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും നമ്മൾ വായനയ്ക്ക് വേണ്ടി ചിലവഴിക്കുകയാണ്, തീർച്ചയായും നമുക്കുണ്ടാകുന്ന പല പല ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ടെൻഷനും BPയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അല്ല, വായന കൊണ്ട് നമുക്ക് എന്താണ് നേട്ടം? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവണമല്ലോ. എന്താണ് അതിൻ്റെ ലാഭം? അല്ലെങ്കിൽ വായന കൊണ്ട് നമുക്ക് എന്ത് നേടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് നമുക്കത് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മുടെ മനസ്സിന് നല്ല ഒരു ഹെൽത്തി മൂഡ് കിട്ടും. മാനസികമായ ആരോഗ്യം നിലനിർത്തുന്നതിന് വായന നല്ലതാണ്. അതുപോലെ നമ്മുടെ ബുദ്ധിയുടെ വികാസത്തിന്
നമ്മുടെ ഹൃദയത്തിന് ഒരു നിഷ്കളങ്കത അല്ലെങ്കിൽ ഹൃദയത്തിന് ഒരു നൈർമല്യത കിട്ടുന്നതിന് വായന സഹായിക്കും. അതുപോലെ നമ്മളൊരു നർമ്മബോധം, എപ്പോഴും ഇങ്ങനെ സീരിയസ് ആയിട്ട് നടക്കാതെ നമുക്കൊരു നർമ്മബോധം ഉണ്ടാകണമെങ്കിൽ നമ്മൾ വായിക്കണം. വായിക്കുമ്പോൾ പല പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകും. ഇങ്ങനെ നമുക്ക് നർമ്മബോധം ഉണ്ടാകുന്നതിനും വായന നമ്മൾ സഹായിക്കും. അതുപോലെ നമ്മളിലുണ്ടാകുന്ന ഭാഷാപരമായ കഴിവ് ഉണ്ടാകുന്നതിന് വായന സഹായിക്കും. പുരാണ കഥകൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം ശ്രീകൃഷ്ണൻ്റെയും ശ്രീരാമൻ്റെയും യേശുദേവൻ്റെയും ഇങ്ങനെയൊക്കെയുള്ള പല പല പുസ്തകങ്ങളൊക്കെ, ഇതെല്ലാം നമ്മൾ പുസ്തകങ്ങളായി നമ്മൾ കണ്ട് നമ്മൾ വായിക്കുമ്പോൾ ഇതിലൊന്നൊക്കെ നമുക്ക് സത്യത്തിൻ്റെ വഴി എന്തായിരുന്നു, നീതിയുടെ വഴി എന്തായിരുന്നു, ധർമ്മത്തിൻ്റെ വഴി എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ വായന ദിനത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട വേറൊരു പേരാണ് ഡോക്ടർ രാധാകൃഷ്ണൻ. അദ്ദേഹം പറഞ്ഞ പുസ്തകങ്ങളെന്ന് പറയുന്നത് മിത്രങ്ങളാണ്. നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ, നമ്മൾ ഏകാന്തതയിലായിരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് കൂട്ടുകാരായി വരുന്നത്, നമ്മുടെ മിത്രങ്ങളായി വരുന്നത് ആരാണ്? ഈ പുസ്തകങ്ങളാണ്. മിത്രങ്ങളെന്ന് പറയാൻ നമ്മുടെ സന്തോഷത്തിൽ മാത്രം പങ്കുപറ്റുന്നവരല്ല, നമ്മുടെ ദുഃഖത്തിലും നമ്മുടെ സന്തോഷത്തിലുമൊക്കെ പങ്കുപറ്റുന്നവരായിരിക്കണം മിത്രങ്ങൾ. അങ്ങനെ ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഈ പുസ്തകങ്ങൾ നമ്മുടെ മിത്രങ്ങളായി വരാറുണ്ട്. ഇന്ന് നമ്മൾ കാണുന്നത്, ഇന്ന് പുസ്തകങ്ങൾ നമ്മളിപ്പോൾ ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങൾ എടുക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് സ്കൂളുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനമായ കാര്യം, എല്ലാ സ്കൂളുകളിലും ലൈബ്രറി വേണം. ലൈബ്രറി ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, ഒരു പീരീഡെങ്കിലും കുട്ടികളെല്ലാം ലൈബ്രറിയിൽ പോകണം. അവരാദ്യമൊക്കെ വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പതുക്കെ അവർ പുസ്തകങ്ങളുമായിട്ട് ഇടപഴകും. അങ്ങനെ പുസ്തകങ്ങളിലുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യും. അങ്ങനെ അവരുടെ ബുദ്ധി വികസിപ്പിക്കാനും വായനാശീലം വളർത്താനും ഈ ലൈബ്രറികൾ സഹായിക്കും. എല്ലാ ആഴ്ച ഒരു മാസം ഒരു പുസ്തകമെങ്കിലും ഒരു കുട്ടി വായിച്ചിരിക്കണമെന്നൊരു തീരുമാനം എടുക്കുക. അത് അതിനെപ്പറ്റി വായിച്ചതിനെപ്പറ്റി ഒന്ന് ബ്രീഫായിട്ട് അവർ തിരിച്ച് പറയാനോ എഴുതാനോ ഒക്കെ തയ്യാറായാൽ അതൊക്കെ ജീവിതത്തിൽ വളരെ വളരെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അതുപോലെ ഇന്നിപ്പോൾ ലൈബ്രറിയിൽ പോകാനും ഒന്നും എല്ലാവർക്കും സമയമില്ല. ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങൾ എടുത്ത് വയ്ക്കാനും ഒന്നും വളരെ തിരക്കുള്ള ഈ കാലഘട്ടത്തിൽ നമുക്ക് ലൈബ്രറിയിൽ പോകാതെ തന്നെ പുസ്തകങ്ങൾ ലഭ്യമാണ്. ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് പുസ്തകങ്ങൾ നമ്മൾക്ക് പല രീതിയിൽ നമുക്ക് ഈ ബുക്കുകൾ, അങ്ങനെ ബുക്കുകൾ PDF വഴിയൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തൊക്കെ ഒത്തിരി പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും. പക്ഷേ ഈ വായന എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം വളരെയധികം ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇന്ന് കുട്ടികൾ ഒരു 3 കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുന്നതിന് വരെ ഇവർ ഫോൺ ഓൺ ചെയ്ത് അടുത്ത് വെച്ച് കൊടുക്കും. അപ്പോൾ ഈ കുട്ടി ഈ കഥാപാത്രങ്ങൾ, ഇവരുടെ ശബ്ദം കേൾക്കും, ചെറിയ കഥകൾ കേൾക്കും, ഇതുപോലെ കാർട്ടൂൺ, ഇങ്ങനെ കഥാപാത്രങ്ങൾ അതിൽ സംഭവിക്കുന്ന എൻ്റെ അഭിപ്രായത്തിൽ അതിൽ സംഭവിക്കുന്ന ഒരു പ്രധാനമായ ഒരു ദൂഷ്യം എന്ന് പറഞ്ഞാൽ, കുട്ടി അമിതമായി ഇത് ഉപയോഗിക്കാൻ കുട്ടിയുടെ ആരോഗ്യത്തിന് അതൊരു പ്രശ്നം ഉണ്ടാകും. അത് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കഥാപാത്രങ്ങൾ ഈ സ്ക്രീനിൽ കണ്ട് മിന്നി മായുന്നത് പോലെ ഈ കുട്ടിയുടെ ജീവിതത്തിലും പല പല ബന്ധങ്ങളും ഉണ്ടാകുന്നു. ഈ ബന്ധങ്ങൾ അതുപോലെ മാഞ്ഞു പോകുന്നു. ഒരിക്കലും ആ ബന്ധങ്ങൾ ദൃഢമായ ഒരു ബന്ധം നിലനിർത്തുന്നതിന് ഒരിക്കലും ഈ മൊബൈൽ സംവിധാനങ്ങളിൽ ഈ ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ അതേസമയം ഈ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ മുതിർന്നവരാരെങ്കിലും ഈ കുഞ്ഞു മക്കളെ തങ്ങളുടെ മടിയിലിരുത്തി അല്ലെങ്കിൽ അടുത്ത് നിർത്തി ഇവർക്ക് ഒരു പുസ്തകം വായിച്ചു കൊടുത്ത് പുസ്തകത്തിലെ കഥാപാത്രങ്ങളെയും പുസ്തകത്തിലെ കാര്യങ്ങളൊക്കെ കുട്ടികൾ വളരെയധികം ആകാംക്ഷയോടെ ഇരിക്കും. അപ്പം അമ്മയും കുഞ്ഞും തമ്മിൽ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള, അച്ഛനും കുഞ്ഞും തമ്മിലുള്ള, അല്ലെങ്കിൽ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഒരു ആത്മബന്ധം വളരുന്നത് പോലെ തന്നെ ഈ കുട്ടികളുടെ ഈ കേൾക്കുന്ന കഥകളെല്ലാം ഇന്ന് അവരുടെ കുഞ്ഞു മനസ്സിൽ പതിയുന്ന ഓരോ കാര്യങ്ങൾ നാളെ അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും. ഇന്ന് ഒരു പിറന്നാളിനോ അങ്ങനെ എന്തെങ്കിലും ഒരു വിശേഷ ദിവസം വരുമ്പോൾ വേറെ എന്തെങ്കിലും ഇപ്പം മൊബൈലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു കൊച്ചു പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം കുട്ടിക്ക്. അപ്പോൾ കുട്ടികൾ ഈ ചെറുപ്പത്തിലെ കുഞ്ഞുനാളിലെ തന്നെ പുസ്തകങ്ങളുമായിട്ട് അവർ ഇടപഴകി വരും. പുസ്തകങ്ങളാകും അവരെ കളിക്കൂട്ടുകാർ. പുസ്തകത്തിൽ നിന്ന് അവർ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനൊരു ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കും. അല്ലെങ്കിൽ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റും. ഇങ്ങനെ പുസ്തകങ്ങളുമായിട്ട് അതായത് വായനയുമായിട്ടുള്ള ഒരു ഇടചേർന്നുള്ള ഒരു വലിയ അടുപ്പമുള്ള ഒരു ജീവിതമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. പിന്നെ
അതുപോലെ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം, നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകത്തിലുള്ളതല്ല അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ആശയം എന്ന് പറയും. ഇത് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ തൻ്റെ അറിവിൽ നിന്നോ അനുഭവത്തിൽ നിന്നോ തൻ്റെ ആശയത്തിൽ നിന്നോ വന്ന ഒരു കാര്യമാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതിനപ്പുറം ഒരു കാര്യമുണ്ട്, അതിനപ്പുറമുള്ള ഒരു ലോകമുണ്ട്. ആ ലോകം കണ്ടുപിടിക്കാൻ നമ്മൾ ചിന്തിക്കണം. ഈ ഗ്രന്ഥകർത്താവ് എഴുതിയിരിക്കുന്ന എല്ലാ ആശയങ്ങളോടും കൂടെ നമ്മൾ 100% നമ്മുടെ ആശയങ്ങൾ അടിയറവ് വയ്ക്കാതെ നമ്മൾ അതിനപ്പുറം ഈ എഴുതിയിരിക്കുന്നതിനപ്പുറം എന്താണ്, അതിനപ്പുറത്തുള്ള ഒരു ആശയം എന്താണ്, അതിന് ഇത് കഴിഞ്ഞ് എനിക്ക് ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൽ ഇതിനടുത്ത ഒരു ആശയം എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് വായന കൊണ്ട് അർത്ഥമാകുന്നത്. എങ്കിൽ മാത്രമേ നമ്മുടെ വായന കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുകയുള്ളൂ. അതുപോലെ ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ പുസ്തകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് പുസ്തകങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക, ആ പുസ്തകങ്ങൾ കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കുക, എങ്കിൽ മാത്രമേ അടുത്ത ഒരാളത് വായിക്കാൻ പറ്റൂ. ഈ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ എൻ്റെ വായനയോടും കൂടെ അവസാനിച്ച് പോകേണ്ടതല്ല ഈ പുസ്തകത്തിൻ്റെ ജീവിതം. ഈ പുസ്തകം തലമുറകളിലൂടെ അറിവ് പകർന്നു കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ പുസ്തകങ്ങൾ തിരിച്ചു കൊടുക്കണം. പുസ്തകങ്ങൾ എടുക്കുന്നത് നമ്മൾ കൃത്യമായി സൂക്ഷിക്കണം. നമ്മൾ വായിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കണം. മറ്റുള്ളവർക്ക് കഴിയുന്നതും വായിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിക്കൊടുക്കുക. അപ്പോൾ നമ്മുടെ തമ്മിലുള്ള ആശയപരമായ ഒരു ബന്ധമുണ്ടാകും, ഒരു ആത്മബന്ധമുണ്ടാകും. അങ്ങനെ വായന കൊണ്ട് നല്ലൊരു സമൂഹത്തിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ കാലമൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോകും. പക്ഷെ നമ്മൾ പറയുന്ന വാക്കുകളോ നമ്മുടെ എഴുത്തുകളോ ആയിരിക്കും നാളെ ഇങ്ങനെ ഒരു വ്യക്തി ഈ ലോകത്തുണ്ടായിരുന്നതിനുള്ള വലിയൊരു തെളിവ്. അപ്പോൾ നാളെ നമ്മുടെ സമൂഹത്തിന്, നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിന് നല്ല ഒരു മാതൃക നൽകി നല്ല ഒരു വെളിച്ചമായിട്ട് കടന്നു പോകാൻ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇതാണ് വായനാ ദിനത്തെപ്പറ്റി പറയാനുള്ളത്. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.